ഹലോ ഹായ് ടെക്കോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. മച്ചന്മാരെ ഞാനിന്ന് വന്നേക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KG 645 കൺട്രോളർ, നമ്മളിവിടെ എടുത്തേക്കുന്ന KG 645 കൺട്രോളറാണിത്. ഇതിനകത്ത് ചിലപ്പം ഒരു അലാറം വന്നിട്ട് എൻജിൻ ട്രിപ്പായി പോകാറുണ്ട്. അപ്പോൾ അലാറം എന്താണെന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മളെ കൺട്രോളർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മുടെ കൺട്രോളർ ഓണായി വരുന്നുണ്ട്. ഇതാ കൺട്രോളർ ഏകദേശം മാനുവൽ മോഡിൽ വന്നതിന് ശേഷം മാത്രമേ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് മച്ചാന്മാരെ, അപ്പം എന്താ അണ്ടർ സ്പീഡ് എന്ന് കാണിച്ച് എൻജിൻ ഇവിടെ ട്രിപ്പായിട്ടുണ്ട്. അപ്പം എന്താണ് ഈ അണ്ടർ സ്പീഡ്? അണ്ടർ സ്പീഡ് എന്ന് വെച്ചാൽ എൻജിൻ്റെ സ്പീഡ് കുറവ്. എൻജിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടാണ് എൻജിന് ട്രിപ്പായിരിക്കുന്നത് കാണിച്ചത്. ശരിക്കും എൻജിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടല്ല എൻജിൻ ട്രിപ്പായിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഇവിടെ സെൻസ് ആകുന്നില്ല. അതായത് എൻജിൻ്റെ വോൾട്ടേജ് സെൻസ് ആകാത്തതുകൊണ്ടാണ് ഇപ്പം ഇവിടെ എൻജിൻ ട്രിപ്പായിരിക്കുന്നത്. സപ്പോസ് ചില സമയങ്ങളിൽ എൻജിൻ്റെ സ്പീഡ്, അതായത് RPM കുറവാണെങ്കിലും ഇതേ അലാറം കാണിച്ച് എൻജിൻ ഓഫ് ആകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കൺട്രോളറിൻ്റെ ബേക്കിൽ നമ്മളുണ്ട് ഈ ലൈൻ, അതായത് RYB എന്ന് വേണം, നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ് RYB ന്യൂട്രൽ. ഇത് ഞാൻ അയച്ചിട്ടാണ്, ഈ കണക്ടർ അയച്ചിട്ടേക്കുന്നതാണ് എൻജിൻ ഇപ്പം ട്രിപ്പായേക്കുന്നത്. ഇപ്പോൾ നമ്മൾ എൻജിനെ കണക്ട് കിട്ടുന്നത്, അതായത് നമുക്കിവിടെ കറക്റ്റ് 220 വോൾട്ടേജ് സെൻസ് ആകണം. അതായത് നമ്മൾ കൺട്രോളർ സെൻസ് ആയിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ അണ്ടർ സ്പീഡ് കാണിച്ച് ഇഞ്ചിൻ ട്രിപ്പാവും, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് കാണിച്ച് ഇഞ്ചിൻ ട്രിപ്പാവും. നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ കൺട്രോളർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അണ്ടർ സ്പീഡാണ്, ലോ വോൾട്ടേജ് അല്ല. അപ്പം വോൾട്ടേജ് സെൻസ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ അണ്ടർ സ്പീഡ് കാണിച്ച് ഇഞ്ചിൻ ട്രിപ്പായിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ 4 ലൈൻ കണ്ടു, ഇവിടെ വോൾട്ടേജ് കറക്റ്റ് 230 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇതിൻ്റെ മേലെ, അതായത് എൻജിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഒന്നെങ്കിൽ നമുക്ക് എൻജിൻ്റെ ഔട്ട്പുട്ട് MCBൻ്റെ ഇവിടെ നോക്കാം. ഇവിടെ കറക്റ്റാണെങ്കിൽ ലാസ്റ്റ് ഇവിടെയൊക്കെ കറക്റ്റാണ്, ഇവിടെ മാത്രം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് മൾട്ടിമീറ്റർ വെച്ചിട്ട് RYBൻ്റെ വോൾട്ടേജ് നോക്കാം. അപ്പം കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ നമ്മുടെ ഈ, അതായത് നമ്മുടെ ഈ MCBന്ന് വരുന്ന ലൈൻ ഇവിടെ ഫ്യൂസ് വഴിയാണ് കയറി നമ്മുടെ ഈ കണക്ടർ വഴി, ഈ കണക്ടറുകളൊക്കെ വഴി ഈ ഫ്യൂസ് വഴി നേരെ കൺട്രോളറോട് സെൻസിങ് വരുന്നത്. ഈ വയർ, 4 വയർ ഫ്യൂസ് വഴിയാണ്. ഇതാ ഇവിടെ ഈ ഫ്യൂസ് ഉണ്ട്, ഈ ഫ്യൂസ് വഴിയാണ്. ഇപ്പം ഈ ഫ്യൂസ് എന്തെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ, ഇവിടം വരെ എത്തുന്ന ലൈനുകൾ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുന്നെല്ലാം മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഈ 645 എന്ന കൺട്രോളറിൽ അണ്ടർ സ്പീഡ് കാണിച്ചിട്ട് ഓഫ് ആകാനുള്ള കാരണം ഈ വോൾട്ടേജ് സെൻസ് ചെയ്യാത്തതാണ്, വേറൊന്നുമല്ല. വോൾട്ടേജ് സെൻസിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കൺട്രോളർ ഓഫാക്കി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഓടി വന്നിട്ട് കൺട്രോളർ ഓണാക്കിയിട്ട് ഓടി വന്നിട്ട് സ്റ്റാർട്ട് അടിച്ചാൽ സ്റ്റാർട്ട് ആകത്തില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഇതാ ഈ മാനുവൽ മോഡിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ എൻജിൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ എന്താ, നമ്മൾ എൻജിൻ സ്റ്റാർട്ട് കൊടുത്തു. 3 സെക്കൻഡ് സമയമുണ്ട്. ഒരുപാട് തവണ കേൾക്കേണ്ട, ഒരു ഫെദർ ടച്ച് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മച്ചാന്മാരെ, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ മറക്കല്ലേ. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തത്തുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, കുറേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.